പാരഡി ഗാനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏതെങ്കിലും പ്രസിദ്ധമായ ഗാനത്തിന് ഏതെങ്കിലും പ്രസിദ്ധരായ സംഗീത സംവിധായകർ നൽകിയ ഈണം അഥവാ സംഗീതം അവരുടെ അനുവാദം കൂടാതെ എടുത്ത് തങ്ങൾ എഴുതുന്ന ഒരു ഗാനത്തിന് ഉപയോഗിക്കുകയാണ്. അങ്ങനെയാണ് പാരഡി ഗാനം ഉണ്ടാകുന്നത്. പലപ്പോഴും ഹാസ്യാത്മകമായ ഗാനങ്ങൾക്ക് ഈണം കൊടുക്കുന്നതിനായിരിക്കും ഈ പ്രസിദ്ധമായ ഗാനങ്ങളുടെ ഈണം ഉപയോഗിക്കപ്പെടുന്നത്. ഇതിൽ ധാർമ്മികതയുടെ ഒരു വശമില്ല എന്ന് ഞാൻ ചിന്തിച്ചു പോവുക. നിയമപരമായി അത് നിരോധിച്ചിട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദേവരാജൻ മാഷ്, അർജുനൻ മാഷ്, ദക്ഷിണാമൂർത്തി, വിദ്യാസാഗർ, സലി ചൗധരി, കണ്ണൂർ രാജൻ, ജോൺസൺ മാഷ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ പ്രസിദ്ധരായിട്ടുള്ള വളരെ സിദ്ധിയുള്ള സംഗീതജ്ഞർ പ്രത്യേകിച്ചും സിനിമാ ഗാനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈണമാണ്, സംഗീതമാണ് അപഹരിച്ചെടുത്ത് എന്ന് വേണമെങ്കിൽ പറയാം, അപഹരിച്ചെടുത്ത് തങ്ങളുടെ ഗാനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് കളിയാട്ടം എന്ന സിനിമയിലെ കൈതപ്പുറം എഴുതി സംഗീതം നൽകി യേശുദാസ് പാടിയ വേളിക്ക് വെളുപ്പാങ്കാലത്ത് എന്ന ഗാനം എല്ലാവരും കേട്ടിട്ടുള്ള ഗാനമാണ്. വേളിക്കു വെളുപ്പാങ്കാലം താലിക്കു കുരുത്തോല കോടിക്ക് കന്നി നിലാവ് സിന്ദൂരത്തിനു മൂവന്തി കോലത്തെ തമ്പ്രാട്ടിക്ക് മനം പോലെ മംഗല്യം, മനം പോലെ മംഗല്യം. ഈ അതിമനോഹരമായ ഗാനത്തിന്റെ ഈ മനോഹരമായ ഈണം ഉപയോഗിച്ചുകൊണ്ടാണ് അടുത്ത കാലത്ത് വൈറലായ ഒരു പാരഡി ഗാനം ഉണ്ടായിരിക്കുന്നത്. ജോണിക്കു വെളുപ്പാങ്കാലം തോട്ടിൻകരയെത്തേണം ചുണ്ടത്തൊരു ബീഡിയുമായി കുറ്റിക്കാട്ടിലിരിക്കണം. ജോണി ചുണ്ടത്ത് ബീഡിയുമായി കുറ്റിക്കാട്ടിലിരുന്ന് സാധിക്കുന്ന കാര്യങ്ങൾ വർണ്ണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അതിമനോഹരമായ ഈണം ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ധാർമ്മികതയുടെ ഒരു വിഷയമില്ലേ എന്ന് ഞാൻ ചിന്തിച്ചു പോവുക. ഗാനങ്ങൾ വേണ്ടവർ സ്വന്തമായി സൃഷ്ടിക്കട്ടെ, ഈണം വേണ്ടവർ സ്വന്തമായി ഈണം നൽകട്ടെ. വല്ലവരും കൊടുത്ത ഈണം അവരുടെ അനുവാദം കൂടാതെ എടുത്ത് മറ്റൊരു ഗാനത്തിന് ഉപയോഗിക്കുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും.